ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിൻ്റെ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കസിൻ്റെ ഓവ്യൂൾ എന്ന് പറയുന്നത് സെസൈൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോക്ക്ഡ് ആയിരിക്കും. സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും, ചെറിയ സ്റ്റോക്കായിരിക്കും ആർക്ക് ഉണ്ടാവുക, നമ്മുടെ സൈക്കസിൻ്റെ ഓവ്യൂളിന് ഉണ്ടാവുക. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഓവൽ സ്ഫെറിക്കൽ ഷേപ്പിലാണ് നമ്മുടെ സൈക്കസിൻ്റെ ഓവ്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, ലാർജ് സൈസിലായിട്ടുള്ള ഓവ്യൂളാണ് ആർക്കുള്ളത്, നമ്മുടെ സൈക്കസിനുള്ള. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഓവ്യൂൾ ആർക്കാണുള്ളത്, നമ്മുടെ സൈക്കസിനാണുള്ളത്. ഇത് യങ് ആയിട്ടുള്ള സമയത്ത്, അതായത് ആ ഒരു യങ് സ്റ്റേജിൽ ഈ ഒരു ഓവ്യൂൾ എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് ഹെയറി ആയിരിക്കും. അതായത് നല്ല പച്ച കളറായിരിക്കും. അതുപോലെ തന്നെ ഹെയേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ യങ് സ്റ്റേജിലുണ്ടാവുക. എന്നാലും മെച്യൂരിറ്റീൻ്റെ സമയത്ത് ഈ ഹെയറൊക്കെ പോയിട്ട് അതെന്താണ്, ഒരു റെഡ് ഓർ ഓറഞ്ച് കളർഡായിട്ട് മാറും. നമ്മുടെ ഈ സൈക്കസിൻ്റെ ഓവ്യൂൾ എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർഡായിട്ട് മാറും. എപ്പം മെച്യൂരിറ്റി ആകുമ്പോൾ ഹെയർ ലോസ് ചെയ്തിട്ട് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർഡായിട്ട് മാറും. ഈ ഓവ്യൂളിൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സെൻട്രൽ മാസ് ഓഫ് പാരഗൈമാറ്റസ് സെൽസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ന്യൂസെല്ലസ് ആണ് നമ്മുടെ ഓവ്യൂളിൽ ഉള്ള ആ ഒരു ലാർജ് സെൻട്രൽ മാസ് ഓഫ് പാരഗൈമാറ്റസ് സെൽസിന് പറയുന്ന പേരാണ് ന്യൂസെല്ലസ് എന്നുള്ളത്. ഇത് സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, ഒരു ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം സീഡ് ആയാലും ഒരു എംബ്രയോനെ ഒക്കെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഇൻറ്റഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ചിലതിൽ 2 ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സൈക്കസിൻ്റെ കേസിൽ ഒരൊറ്റ ഇൻറ്റഗ്യുമെൻ്റ് ആണ് ഉള്ളത്. അതാണ് നമ്മുടെ മെഗാസ്പോറാഞ്ചിയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഓവ്യൂളിൻ്റെ ബോഡിയായിട്ട് നന്നായിട്ട് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ഭാഗം ഒഴികെ, ഏത് ഭാഗം, നമ്മുടെ ന്യൂസെല്ലസിൻ്റെ എപ്പെക്സ് ഭാഗം ഒഴികെ ബാക്കി എല്ലായിടത്തും ഫ്യൂസ് ആയിട്ടാണ് ഈ ഇൻറ്റഗ്യുമെൻ്റ് കാണാം. നമ്മൾ ന്യൂസെല്ലസിൻ്റെ എപ്പെക്സിൽ നമ്മൾ ഫ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് ന്യൂസെല്ലാർ ബീക്ക് അല്ലെങ്കിൽ മൈക്രോപൈൽ എന്ന് പറയുന്നത്. ന്യൂസെല്ലാർ ബീക്ക് അല്ലെങ്കിൽ മൈക്രോപൈൽ എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഇൻറ്റഗ്യുമെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്യുമെൻ്റ് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ലെയറാണ് ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് 3 ഡിസ്റ്റിങ്ക്റ്റ് ലെയറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉള്ളിലുള്ള ലെയേഴ്സും ഫ്ലഷി ആയിട്ടുള്ള ലെയറാണ്. ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ ഔട്ടർ സാർക്കോട്ടസ്റ്റ എന്നും ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെ ഇന്നർ സാർക്കോട്ടസ്റ്റ എന്നുമാണ് പറയുന്നത്. ഇത് രണ്ടും ഫ്ലഷി ആയിട്ടുള്ള ലെയറാണ്. ഇനി മിഡിലുള്ള ലെയറിനെ നമ്മൾ സ്ക്ലീറോടെസ്റ്റ എന്നാണ് പറയുക. ഈ മിഡിലുള്ള സ്ക്ലീറോടെസ്റ്റ എന്ന് പറയുന്നത് ഹാർഡും സ്റ്റോണിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻറ്റഗ്യുമെൻറ്റിൻ്റെ ലെയേഴ്സ് ഉള്ളത്. ഏറ്റവും പുറത്തുള്ള സാർക്കോട്ടസ്റ്റ, ഔട്ടർ സാർക്കോട്ടസ്റ്റ, സ്ക്ലീറോടെസ്റ്റ, മിഡിൽ സ്ക്ലീറോടെസ്റ്റ, ഇന്നർ സാർക്കോട്ടസ്റ്റ. ഇനി ഈ ഈ ഇൻറ്റഗ്യുമെൻറ്റിൽ ന്യൂസെല്ലസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻറ്റഗ്യുമെൻ്റ് ഉള്ളത്. ആ ഇൻറ്റഗ്യുമെൻറ്റിൽ മ്യൂസിലേജ് കനാൽസും അതുപോലെ തന്നെ ടാനിൻ സെൽസും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ ന്യൂസെല്ലാർ ബീക്കിൻ്റെ അവിടെയുള്ള ചില സെല്ലുകൾ എന്ത് ചെയ്യും, ഡിസോൾവ് ആയിട്ട് എന്ത് ഫോം ചെയ്യും, പോളൻ ചേംബർ ഫോം ചെയ്യും. അതായത് നമ്മുടെ ന്യൂസെല്ലാർ ബീക്കിൻ്റെ അടുത്തുള്ള ചില സെല്ലുകൾ. ന്യൂസെല്ലാർ ബീക്ക് അറിയാലോ, എവിടെയാണ് ന്യൂസെല്ലാർ ബീക്ക്, നമ്മുടെ ഇൻറ്റഗ്യുമെൻ്റ് ആ ഒരു ന്യൂസെല്ലസുമായിട്ട് ഫ്യൂസ് ചെയ്യാത്ത ആ ഒരു എപ്പെക്സ് പോർഷനാണ് ന്യൂസെല്ലാർ ബീക്ക് അല്ലെങ്കിൽ ബീക്ക് ആൻഡ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ആ ന്യൂസെല്ലാർ ബീക്കിൻ്റെ അവിടെയുള്ള സെല്ലുകൾ ചില സെല്ലുകൾ ഡിസോൾവ് ചെയ്തിട്ട് അവിടെ ഒരു പോളൻ ചേംബർ, അതായത് നമ്മുടെ പോളനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോളൻ ചേംബർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഡീപ്പായിട്ട് നമ്മുടെ ന്യൂസെല്ലസിൽ ഡീപ്പായിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യും. ഏതാണ്, നമ്മുടെ ന്യൂസെല്ലസിൽ തന്നെയുള്ള ഏറ്റവും ഡീപ്പിലുള്ള സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ മെഗാസ്പോർ മദർ സെല്ല് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തായിരിക്കും, അത് മറ്റ് സെല്ലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ലാർജ് സൈസ് ആയിരിക്കും, ഡെൻസ് സൈറ്റോപ്ലാസം ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും ആ ഒരു മെഗാസ്പോർ മദർ സെല്ലിന് ഉണ്ടാവും.
അപ്പോൾ എന്താണ് ആ മെഗാസ്പോർ മദർ സെല്ല് ലാർജ് സൈസിലും അതുപോലെ തന്നെ ഡെൻസ് സൈറ്റോപ്ലാസും അതുപോലെ തന്നെ എന്താണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും ആ ഒരു മെഗാസ്പോർ മദർ സെല്ല് കാണിക്കുന്നുണ്ടാവും. അത് പിന്നീട് ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യും. എന്താണ് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. അതിൽ തന്നെ ലോവർ മോസ്റ്റ് ആയിട്ടുള്ള മെഗാസ്പോറാണ് എന്ത് ഫങ്ഷണൽ ആവുന്നത്. അതിന് നമ്മൾ ഫങ്ഷണൽ മെഗാസ്പോർ, ലോവർ മോസ്റ്റ് ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയും. അതായത് നമ്മുടെ 4 ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ആ 4 എണ്ണത്തിൽ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ളതാണ് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറുക. ബാക്കിയുള്ളവരൊക്കെ എന്താണ് ആ ഫങ്ഷണൽ മെഗാസ്പോറിന് നറിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓവ്യൂളിൻ്റെ കേസ് പറഞ്ഞു. ഓവ്യൂളിൻ്റെ LS നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈക്കസിൻ്റെ ഓവ്യൂളിൻ്റെ LS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ട് സ്റ്റോക്കഡ് ആണ്. ഏറ്റവും നമ്മുടെ ഉള്ളിൽ എന്താണ് പാരഗാമൈറ്റസ് ആയിട്ടുള്ള ന്യൂസെല്ലസ് ഉണ്ട്. അതിന് ചുറ്റും എന്താണ് ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. സിംഗിൾ ഇൻറ്റഗ്യുമെൻ്റ് ആണുള്ളത്. ഇതാണ് ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസിൻ്റെ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു ആ ഒരു പീക്കിൻ്റെ അവിടെ ന്യൂസെല്ലാർ ബീക്ക് അതേപോലെ തന്നെ മൈക്രോപൈലുണ്ട്. അവിടെയുള്ള ലെയേഴ്സ് എന്തായിരിക്കും, അവിടെയുള്ള സെൽസ് ഡിസോൾവ് ആയിട്ട് അവിടെ ഒരു പോളൻ ചേംബർ ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻറ്റഗ്യുമെൻറ്റിന് 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പുറത്തുള്ള ഫ്ലഷി ലെയർ, പിന്നെ മിഡിലുള്ള സ്റ്റോണി ലെയർ, ഇന്നറിലുള്ള ഫ്ലഷി ലെയർ, സാർക്കോട്ടസ്റ്റ, ഔട്ടർ സാർക്കോട്ടസ്റ്റ, ഇന്നർ സാർക്കോട്ടസ്റ്റ ആൻഡ് മിഡിൽ സ്ക്ലീറോട്ടസ്റ്റ. അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് എന്തുണ്ടാവുക ഒരു സൈക്കസിൻ്റെ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.